ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ ചെറിയൊരു പരിപാടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ റെക്കോർഡ് ചെയ്ത് ഇത് എങ്ങനെ തുടങ്ങണമെന്ന് അറിയാത്തതുകൊണ്ട് അപ്പോൾ ഇങ്ങോട്ട് പറയാം. അപ്പോൾ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോനും ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ പരിപാടി ഇവർ വെക്കണതിൻ്റെ തലേ ദിവസം വന്നിട്ട് അവർക്ക് ചിക്കൻ ചുടാനൊക്കെ ആയിട്ടുള്ള ആ ഒരു സ്ഥലമൊക്കെ അവർ ക്ലീൻ ചെയ്യലും ഒക്കെ സെറ്റാക്കലൊക്കെയാണ്. അപ്പോൾ ഇവരിതൊക്കെ ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ ഇവർക്ക് ചായ പിന്നെ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് തന്നെ ചെറുപഴം കൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുമല്ലോ പൊരിച്ചിട്ട്, അതാണ് ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയി. അങ്ങനെ ഇത് തൊട്ടടുത്ത ദിവസത്തെയാണ്, പിറ്റേ ദിവസത്തെയാണ്. ഇന്നാണ് പരിപാടി വെക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ പറ്റുമോ ചോദിച്ച്. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞേ. കാരണം അവർ അൽഫാം ഉണ്ടാക്കും, പൊറാട്ട വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് പണിയൊന്നുമില്ലല്ലോ. പിന്നെ അവർ പറഞ്ഞ് ഞങ്ങൾ കുറച്ചധികം ആൾക്കാരുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് മന്തി റൈസ് ഉണ്ടാക്കി തരും, അൽഫാമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം പറഞ്ഞ്. അപ്പോൾ 20 ആളെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ബില്ലിടുമ്പോൾ പരിപാടിയുടെ തലേ ദിവസം പിന്നെ 20 പോയി 30 അങ്ങനെ 30 പോയി 40. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ വയറിൻ്റെ ഉള്ളിൽ നിന്നൊരു കാളലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ 40 ആൾക്കൊന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ആരെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പിന് ഉണ്ടാവുമല്ലോ ഇവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആകുമ്പോൾ. ഇതുവരെയല്ലേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ് അൽഫാമൊക്കെ ഞങ്ങൾ റെഡിയാക്കും, പിന്നെ ഉമ്മാക്ക് ഹെൽപ്പിന് എന്തായാലും ഞങ്ങളൊക്കെ ഉണ്ടാവും, ഞങ്ങൾ 7 മണിക്ക് എത്തി 7:30 എത്തുന്ന അവരെ ധൈര്യത്തിൽ ഞാനൊക്കെ നിന്ന്. അപ്പോൾ എന്തായാലും അവർ പറഞ്ഞ പോലെ ഒരു 5-6 പേരൊക്കെ 7:30 ആ ടൈമിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ, ഒരു 10-20 ആൾക്കാരൊക്കെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഇതിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മൾ അൽഫാമിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവരെന്നെ ചിക്കനൊക്കെ കഴുകി എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന ടൈമിൽ ഇത് കുറേ സമയം എടുക്കുമെന്ന് വിചാരിച്ചിട്ടേ ഇപ്പോൾ മസാല ആക്കണം. അപ്പോൾ മോൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവനിങ്ങനെ ഇതിൽ മസാലയിൽ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട്, ഇപ്പോൾ കൈ എരിയില്ല, നല്ല കൈ ചുട്ട് എരിയൂട്ടാ, ഒരു മയത്തിലൊക്കെ ആക്കിയേക്കുമെന്ന്. അപ്പോൾ അത് ഫസ്റ്റ് ആകുമ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ആൾ ഇതെല്ലാതും ചിക്കനൊക്കെ മസാല ആക്കി വെച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ആ 4 മണി 5 മണി ആയപ്പോൾ വരെ പറയുന്നുണ്ടായിരുന്നു നിൻ്റെ കൈ എരിയുണ്ട് പറഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലൊക്കെ കൈ വെച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ചിക്കനും മീനൊക്കെ മസാല ആക്കുമ്പോഴൊക്കെ കുറച്ച് നേരം ഒരു എരിച്ചിലും പുകച്ചിലൊക്കെ ഉണ്ടാവും, എന്നാലും പെട്ടെന്ന് മാറില്ല അത്. ഇത് ഈ 40 പീസ് ആക്കി വന്നപ്പോഴേക്കും അത്യാവശ്യം ടൈം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം അവൻ്റെ കയ്യിലും മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം അങ്ങനെ മസാലയൊക്കെ ആക്കി മൂപ്പരെ ചിക്കനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വെച്ച്. ഇത് നമ്മൾ മന്തിയിലേക്ക് തക്കാളിയുടെ ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മയോണൈസിനുള്ള മുട്ടയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ റൈസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗേൾസും വന്നിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഏറ്റവും കുറച്ച് ലാസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പണി കൊടുക്കണ്ടേ പറഞ്ഞിട്ട് ഇവർ സാലഡിനുള്ളതൊക്കെ അവരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ഇവരാണ് കാലത്ത് 7 മണിക്ക് എനിക്ക് മന്തി ഉണ്ടാക്കാൻ ഹെൽപ്പിനുണ്ടാവും എന്ന് പറഞ്ഞ ആൾക്കാർ. പക്ഷെ അവരെത്തിയില്ലെങ്കിലും വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇതും പിടിച്ച് പോകുന്നതിപ്പോൾ പെട്ടെന്ന് എൻഗേജ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ഓർമ്മ വന്നു പോയിട്ടാണ്. ഇനിയിപ്പോൾ ഭയങ്കര രസമുണ്ട് മോളിത് വെക്കുമ്പോൾ. ഇയാൾ ആദ്യം ചിക്കൻ കൊടുന്ന് വെക്കുമ്പോൾ ചൂടുകൊണ്ട് മറ്റേൾക്ക് വെക്കാൻ പറ്റാണ്ട് വേഗം എടുത്ത്, രണ്ടാമത് വെച്ചപ്പോഴാണെങ്കിൽ അവളെ ചിക്കന് കുറച്ച് ജീവുള്ള പോലെ അത് അയിമ നിന്നിട്ടൊന്ന് ചാടിയായിരുന്നു. പിന്നെ കുട്ടികളെന്നൊക്കെ വെച്ച് എല്ലാതും ഇവിടെ ഒരു 3 ഗ്രില്ലൊക്കെ ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതല്ല നമ്മളിങ്ങനെ ദൂരെ നിന്ന് കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഓയിൽ പോലും അവർക്ക് പരട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ആൾക്കാരോടൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിക്കലായിരുന്നു. അപ്പോൾ ഒരു മോന് കഴുകിയിട്ടൊക്കെ ഊറ്റി അരി കൊണ്ടുവരാൻ പോവുകയായിരുന്നു. പിന്നെ ഇങ്ങനെയാണ് 2 ചെമ്പിലായിട്ടാണ് ദം ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ മന്തിൻ്റെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചെറിയ ചെറിയ പാർട്സുകളുണ്ടല്ലോ, അങ്ങനത്തെ കഴുത്തും അങ്ങനത്തതൊക്കെ ആയിട്ടാണ് റൈസിനൊരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ മന്തി റൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ ചെമ്പ് കൊടുക്കാനെ തന്നെ നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ട് ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അങ്ങനെ ചെമ്പ് കൊടുക്കാനെ കൊണ്ടുപോയില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എത്ര ട്രേയിലായിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതൊക്കെ രസമല്ലേ, എല്ലാവരും കൂടെ വിളമ്പലും കഴിക്കലൊക്കെ ആകുമ്പോൾ നല്ല രസമായിരുന്നു അന്നത്തെ ദിവസം. കുട്ടികൾക്കും നല്ല രസമായിട്ടുണ്ടാവും. കാരണം നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടോ ഒന്നും ആവണ പോലെയല്ലോ, ഒരു വീടാവുമ്പോൾ അവർക്കും അതിൻ്റെതായൊരു ഫ്രീഡമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ 40 ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 7 കിലോ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 10 ചിക്കന് ഒരു ചിക്കൻ 4 പീസാക്കിയിട്ടാണല്ലോ.
അപ്പോൾ അതാ ഉള്ള സ്ഥലത്തും സൗകര്യത്തിലൊക്കെ നമ്മളിതാ ഹാളിലൊക്കെ കുറേ പേര് ഇരുന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ സിറ്റ് ഔട്ടിലും പോയിരുന്നിക്കണ്. കാരണം കുറച്ച് ആൾക്കാർ ആദ്യം ഇരുന്ന് പിന്നെ അവരത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ട്രിപ്പ് ഇരുന്ന് അങ്ങനെ ആകുമ്പോൾ കുറച്ച് സമയം വൈകിയല്ലേ വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ഉള്ള സ്ഥലത്ത് എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടും കോണിമേലായിട്ടും അങ്ങനെ ആയിട്ടാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഇരിക്കുകയായിരുന്നു ചെയ്തത്. അതിന് മുമ്പ് എല്ലാതും വിളമ്പി കൊടുന്ന് സെറ്റാക്കി വെച്ച് ആദ്യം ഒരു ചെമ്പ് കൊടുന്ന് അതെല്ലാവരും പ്ലേറ്റിൽ വിളമ്പി ഇട്ടതിന് ശേഷം പിന്നെ അടുത്ത ചെമ്പ് കൂടെ കൊണ്ടുപോയി. അങ്ങനെ അതെല്ലാതും ഫുഡ് കഴിക്കലൊക്കെ നല്ല അടിപൊളിയായി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ അവർ കഴുകി തരാന്നുണ്ട് കുറേയൊക്കെ അവർ ചെയ്ത് തന്ന്. എന്നാലും നമുക്ക് നമ്മളതായ പണികളൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ അടക്കി പെറുക്കി വെക്കലും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അവർ അടിച്ചു വരി തന്നു. എന്നിട്ട് തന്നെ തുടച്ച് തരാമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ അതൊന്നും ചെയ്യണ്ട, നിങ്ങളെല്ലാവരും പോയതിന് ശേഷം ഞാൻ വൃത്തിയാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകിട്ടൊരു 5 മണിയോട് കൂടിയിട്ടാണ് മക്കളെല്ലാവരും പോയത്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിരുന്നു. നമ്മൾക്കൊന്നും ഇങ്ങനത്തെ ഒരു ലക്കൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഉണ്ടായിക്കണ്. വെള്ളിയാഴ്ചയൊക്കെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ചോറിലൊക്കെ ഉണ്ടായിക്കണ്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവരൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ കുട്ടി കുട്ടി അനുഭവങ്ങളൊക്കെ ഉണ്ടായിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.